ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡ് SCERT ഫിസിക്സിൽ ഓൾഡ് SCERT ആണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ്രവബലങ്ങൾ, ഈ ഒരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെസൺ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതാണ്? 7th സ്റ്റാൻഡേർഡിലെ 7th ലെസൺ ആയിരുന്നു പഠിച്ചത്. മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ലെസൺ ആണ് ഈ ദ്രവബലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഏറ്റവും ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്താണ്? പ്ലവക്ഷമ ബലത്തെക്കുറിച്ചാണ്. പ്ലവക്ഷമ ബലം എന്താണ്? പ്ലവക്ഷമ ബലം എന്ന് നോക്കാം. ഒരു ദ്രാവകം അതിൽ വച്ചിരിക്കുന്ന വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഒരു ദ്രാവകം അതിൽ വച്ചിരിക്കുന്ന വസ്തുവിൽ മുകളിലേക്കൊരു ബലം പ്രയോഗിക്കുന്നു. അതിനെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രാവകങ്ങളിൽ മാത്രമല്ല കേട്ടോ, വാതകങ്ങളിലും എന്ത് ചെയ്യും? ഈ ബലം പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ വാതകങ്ങളെയും ദ്രാവകങ്ങളെയും കോമൺ ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്രവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തു മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അതിനെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഈ ദ്രവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വാതകവും ആവാം, ദ്രാവകവും ആവാം. ഇനി നോക്കിക്കേ, ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ 2 തരത്തിലുള്ള ബലങ്ങളാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന 2 തരത്തിലുള്ള ബലങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ബലം. അതുകൂടാതെ വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം. ഇനി ഈ പ്ലവക്ഷമ ബലത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്താണ്? ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഈ ബലത്തിനെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. അപ്പോൾ ഈ പ്ലവക്ഷമ ബലം, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നിത്യജീവിതത്തിൽ നമ്മൾ പ്ലവക്ഷമ ബലം നമുക്ക് അനുഭവപ്പെടുന്ന കുറേ സന്ദർഭങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഹൈഡ്രജൻ നിറച്ച ബലൂണ് വായുവിൽ ഉയർന്നു പറക്കുന്നു, പ്ലവക്ഷമ ബലത്തിന് ഉദാഹരണമാണ്. അതുപോലെ കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതൊക്കെ എന്താണ്? പ്ലവക്ഷമ ബലത്തിന് ഉദാഹരണമാണ്. ഇനി നോക്കൂ, പ്ലവക്ഷമ ബലം എങ്ങനെയാണ് അളക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ സിമ്പിളായിട്ട് നോക്കാം. ഒരു ചിത്രം 1.3 ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. ഒരേ വലിപ്പമുള്ള ഒരു കല്ലും ലോഹ കഷ്ണവുമാണ് എടുക്കുന്നത്. എന്നിട്ട് അത് സ്പ്രിംഗ് ബാലൻസ് വെച്ച് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഭാരം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം അതിൽ വായുവിലുള്ള ഭാരം കണക്കാക്കുന്നു. തുടർന്ന് ഇതേ സാധനം തന്നെ ജലത്തിൽ ഇമേഴ്സ് ചെയ്തിട്ട് അവിടുത്തെ ഭാരവും കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ജലത്തിൽ അതിന് ഭാരം കുറവാണെന്ന്, ജലത്തിൽ അനുഭവപ്പെട്ട ഭാരം കുറവാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് തമ്മിലുള്ള ഭാരക്കുറവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ജലത്തിലെ ഭാരം മൈനസ് വായുവിലെ ഭാരം മൈനസ് ജലത്തിലെ ഭാരമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കിട്ടുന്ന ആ ഒരു ഭാരക്കുറവുണ്ടല്ലോ, ആ ഭാരക്കുറവാണ് ഈ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? വായുവിലെ വസ്തുവിൻ്റെ ഭാരം മൈനസ് ജലത്തിലെ വസ്തുവിൻ്റെ ഭാരം, അപ്പോൾ കിട്ടുന്നതാണ് പ്ലവക്ഷമ ബലം. അത്രയേ ഉള്ളൂ കേട്ടോ. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഏതൊക്കെയാണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെരിമെൻറ്റിലൂടെ ഒന്നും പോകുന്നില്ല. ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന്, ദ്രാവകത്തിൻ്റെ സാന്ദ്രത, അതുപോലെ തന്നെ ദ്രാവകത്തിൻ്റെ വ്യാപ്തം. ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും ദ്രാവകത്തിൻ്റെ വ്യാപ്തവും, ഈ 2 ഫാക്ടേഴ്സും പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ്. ഇനി ഇത് കൂടാതെ നമുക്കിത് ഇവിടെ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്. നോക്കിക്കോളൂ, ജലം. അപ്പോൾ ഈ ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? 1000 kg/m³ ആണ്. 1000 kg/m³ ആണ് ജലത്തിൻ്റെ സാന്ദ്രത. അതുപോലെ മണ്ണെണ്ണയുടെ ആണെങ്കിൽ 810 ആണ് കേട്ടോ. 810 kg/m³ ആണ്. അതുപോലെ ഉപ്പ് വെള്ളമാണെങ്കിൽ 1025 kg/m³ ആണ്. ഏകദേശ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഇനി തേൻ്റെ കൂടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഈ ഒരു ടേബിളിൽ ചേർത്ത് നമ്മൾ പഠിക്കണം കേട്ടോ. തേൻ്റെ സാന്ദ്രത 1420 kg/m³ ആണ്. 1420 kg/m³ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 1420 kg/m³ ആണ്. 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 1420 kg/m² 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 ആണ്. 14
ക്ലിയർ? ഇനി നമുക്ക് നോക്കിക്കേ, ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. കല്ലിന് പ്ലവക്ഷമ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏത് ദ്രാവകത്തിലാണെന്നാണ് ചോദ്യം. കല്ലിന് പ്ലവക്ഷമ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏത് ദ്രാവകത്തിലാണെന്ന്. അതായത് സാന്ദ്രത കൂടുതൽ ഏത് ദ്രാവകത്തിലാണോ അതിലാണ് പ്ലവക്ഷമ ബലം കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടേബിളിൽ തേനും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കല്ല് നമ്മൾ ഈ പറയുന്ന 4 ദ്രാവകങ്ങളിൽ ഇടുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏത് ദ്രാവകത്തിലായിരിക്കും പ്ലവക്ഷമ ബലം അനുഭവപ്പെടുക? തേനിലായിരിക്കും അല്ലേ? തേനിലായിരിക്കും. കാരണം എന്താണ്? തേനിനാണ് ഇവിടെ സാന്ദ്രത കൂടുതൽ. അപ്പോൾ തേനിനെ അങ്ങ് ഒഴിച്ച് മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കി 3 ജലം, മണ്ണെണ്ണ, ഉപ്പുവെള്ളം, ഇതിലേതിലാണ് സാന്ദ്രത കൂടുതൽ? ഉപ്പുവെള്ളത്തിനാണ്. അപ്പോൾ ആ കല്ലിൽ പ്ലവക്ഷമ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് നമ്മൾ ഈ 3 ലിക്വിഡിൽ ഇടുമ്പോൾ ഏതിലായിരിക്കും? ഉപ്പുവെള്ളത്തിലായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം. കല്ലിന് പ്ലവക്ഷമ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത് ഏത് ദ്രാവകത്തിലാണെന്നാണ്. ഏറ്റവും കുറവ് എങ്ങനെയാണ്? സാന്ദ്രത കുറവുള്ളത് ഏത് ദ്രാവകത്തിലാണോ അതിലായിരിക്കും കല്ലിന് ഏറ്റവും കുറവ് പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് വരിക? മണ്ണെണ്ണയാണല്ലേ. അപ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് നമ്മുടെ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വസ്തുവിൻ്റെ വ്യാപ്തമാണ്. അപ്പോൾ ഈ വ്യാപ്തം എങ്ങനെയാണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്നത്? ഇവിടെ ഈ ചെമ്പ് കട്ടയുടെയും അതുപോലെ ഇരുമ്പ് കട്ടയിലും അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ഒരുപോലെയാണോ? അല്ല, അത് വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ ചെമ്പ് കട്ടയുടെയും ഇരുമ്പ് കട്ടയുടെയും ഭാരം ഒന്ന് തന്നെയാണ്. അപ്പോൾ മാസും ഒരുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ അവയുടെ വ്യാപ്തം ഒരുപോലെ അല്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിലെ പ്ലവക്ഷമ ബലം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരേ മാസുള്ള ചെമ്പ് കട്ടയിലും ഇരുമ്പ് കട്ടയിലും അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ഒരുപോലെ അല്ല. കാരണം എന്താണ്? ഇതിലുള്ള വ്യാപ്തത്തിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു ദ്രാവകത്തിൻ്റെ സാന്ദ്രതയോടൊപ്പം ദ്രാവകത്തിൻ്റെ വ്യാപ്തവും പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് എന്നുള്ള പോയിന്റാണ് ഈ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി ദ്രാവകം ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അതായത് ഇവിടെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഒരു കല്ലും ഇരുമ്പ് കട്ടയും എടുത്തിട്ട് അവയ്ക്ക് ജലത്തിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണ്ടെത്താൻ വേണ്ടിയിട്ടൊരു എക്സ്പെരിമെൻ്റ് ഇവിടെ കുട്ടികളോട് പറഞ്ഞിരിക്കുകയാണ്. കണ്ടോ നിങ്ങൾ? ഇതാ നോക്കിയേ, ഒരു കല്ലും ഇരുമ്പ് കട്ടയും എടുത്ത് അവയ്ക്ക് ജലത്തിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണ്ടെത്തുക. ഒപ്പം ആ വസ്തുക്കൾ ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ വ്യാപ്തം ഒരു കവിഞ്ഞൊഴുകും പാത്രം ഉപയോഗിച്ച് കണ്ടെത്തുക. എന്താണ് ഈ ആദേശം ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു പാത്രം നിറച്ച് വെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണെന്ന് വെക്കും. അതിലേക്ക് നമ്മളൊരു വലിയ കല്ലെടുത്തിടുകയാണ്. അപ്പോൾ ഈ കല്ലിൻ്റെ ഭാരത്തിനോളം വെള്ളം എന്ത് ചെയ്യും? കവിഞ്ഞൊഴുകി പോകും. ഈ കവിഞ്ഞൊഴുകി പോകുന്ന അതിനെയാണ് ആദേശം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കല്ലും ഇരുമ്പ് കട്ടയും എടുത്ത് അവയ്ക്ക് ജലത്തിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണ്ടെത്തുക. ഒപ്പം ആ വസ്തുക്കൾ ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ വ്യാപ്തം ഒരു കവിഞ്ഞൊഴുകും പാത്രം ഉപയോഗിച്ച് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സാധനം നമ്മൾ ഈ നിറഞ്ഞിരിക്കുന്ന പാത്രത്തിലേക്ക്, വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മുടെ ഇരുമ്പ് കട്ട എടുത്തിടുമ്പോൾ എന്തായാലും ആ ഇരുമ്പ് കട്ടയുടെ ഭാരത്തിനോളം വെള്ളം പുറത്തേക്ക് കവിഞ്ഞൊഴുകി പോകും. അപ്പോൾ ഈ കവിഞ്ഞൊഴുകുന്ന പാത്രം ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്? ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ വ്യാപ്തം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ പോയിന്റ് ഇതാണ്, ദ്രാവകം ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ എക്സാമ്പിളിലൂടെ പ്രൂവ് ചെയ്തത്. ഒരു നിറഞ്ഞിരിക്കുന്ന ജലം നിറച്ചു വെച്ചിരിക്കുന്ന ഒരു പാത്രം, ആ പാത്രത്തിലേക്ക് നമ്മളൊരു വലിയ കല്ലിടുന്നു. ആ കല്ലിടുമ്പോൾ കുറച്ച് വെള്ളം എന്തായാലും തുളുമ്പി പുറത്ത് പോകുമല്ലോ. ആ പുറത്ത് വരുന്ന വെള്ളത്തിൻ്റെ ഭാരവും നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുള്ള കല്ലിൻ്റെ ഭാരവും തുല്യമായിരിക്കും. മനസ്സിലായോ? അതാണ് ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഒരു വസ്തു ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നുള്ളതാണ് ഈ ആർക്കിമിഡീസ് തത്വം. ക്ലിയർ ആണല്ലോ? ഇനി ആരാണ് ആർക്കിമിഡീസ്? തെക്കൻ ഇറ്റലിയിലെ തുറമുഖ നഗരമായിട്ടുള്ള സിറാക്യൂസില എന്താണ് 287 BC ആർക്കിമിഡീസ് ജനിച്ചത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ്, നല്ല രസകരമായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് അവിടെ തന്നിട്ടുള്ളത്. നിങ്ങളതൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. പിന്നെ നോക്കിയേ, 2ാം പ്യൂണിക് യുദ്ധത്തിൽ ഒരു റോമൻ പട്ടാളക്കാരൻ്റെ വാളാൽ അദ്ദേഹം വധിക്കപ്പെട്ടു. ഇതൊക്കെ പണ്ടത്തെ PSC ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. 2ാം പ്യൂണിക് യുദ്ധത്തിൽ വധിക്കപ്പെട്ട ആരാണ്?
വ്യക്തിയെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആർക്കിമിഡീസ് സയൻറ്റിസ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പണ്ടത്തെ PSC ചോദ്യങ്ങളാണ്, ഇപ്പോൾ അതൊന്നുമില്ല. എന്തായാലും ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ വായിച്ചു നോക്കുക, നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. ഇനി നമുക്ക് പ്ലവനം എന്താണ്, ഫ്ലോട്ടേഷൻ എന്ന് നോക്കാം. ഫ്ലോട്ടേഷനെ കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നത്? ഓക്കെ, അലുമിനിയം ഫോയിൽ പാത്രം ജലത്തിൽ പൊങ്ങി നിൽക്കാനും ചുരുട്ടിയ അലുമിനിയം ഫോയിൽ താഴ്ന്നു പോകാനും കാരണം എന്താണ് എന്നൊക്കെ ഒരു പരീക്ഷണത്തിലൂടെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല നമുക്ക് എക്സ്പെരിമെൻറ്റ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഈ ഒരു ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. പ്ലവന തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലോട്ടേഷൻ എന്താണെന്ന് നോക്കാം. നോക്കിയേ, ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ക്ലിയർ ആണല്ലോ? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ, ഒരു വസ്തു ഒരു ദ്രവത്തിൽ, ദ്രവം എന്ന് പറയുമ്പോൾ അത് വാതകമാവാം ദ്രാവകമാവാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ വസ്തുവിൻ്റെ ഭാരം, വസ്തുവിൻ്റെ മാസം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ഓർത്തു വയ്ക്കുക. ഇനി ഈ വസ്തു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം, വോളിയവും വസ്തുവിൻ്റെ വ്യാപ്തവും തുല്യമായിരിക്കും. മുങ്ങിക്കിടക്കുകയാണെങ്കിൽ വ്യാപ്തവും, പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ ഭാരവും എന്നുള്ളത് കണക്ട് ചെയ്ത് വയ്ക്കുക. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ഇതാണ് ഓർത്ത് വയ്ക്കേണ്ടത്. പൊങ്ങിക്കിടക്കുമ്പോൾ ഭാരവും മുങ്ങിയിരിക്കുമ്പോൾ വ്യാപ്തമാണെന്നുള്ളതാണ് ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ആപേക്ഷിക സാന്ദ്രതയാണ്. ആപേക്ഷിക സാന്ദ്രത എന്താണ്? ഈ ആപേക്ഷിക സാന്ദ്രത എന്നാൽ നോക്കാം നമുക്ക്. മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിൽ എടുക്കുകയാണ് നമ്മൾ. കുറച്ച് വെള്ളം എടുത്തു, കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു അതിനകത്തോട്ട്. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം? മണ്ണെണ്ണ ജലത്തിൻ്റെ മുകളിൽ പൊങ്ങിയാണോ കിടക്കുക അതോ താഴ്ന്നാണോ കിടക്കുക? നമുക്കറിയാം അല്ലേ, ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്തു, മണ്ണെണ്ണയോ എണ്ണയോ എന്തെങ്കിലും നമ്മൾ അതിലേക്ക് ഒഴിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് ചെയ്യും? പൊന്തി കിടക്കും. മണ്ണെണ്ണ പൊങ്ങി കിടക്കുമല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. കുറവുള്ള സാധനമാണ് ഈ പൊന്തി കിടക്കുന്നത്. ഇനി നോക്കിയോ, ജലത്തിൻ്റെ സാന്ദ്രത നമ്മൾ ഓൾറെഡി പഠിച്ചു. എത്രയാണ്? 1000 kg/m3 ക്ലിയർ? ഇനി പദാർത്ഥങ്ങളുടെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് താരതമ്യം ചെയ്ത് പറയാറുണ്ട്. എന്താണ്? പദാർത്ഥങ്ങളുടെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് താരതമ്യം ചെയ്ത് പറയാറുണ്ട്. അപ്പം ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നതിനെയാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ ജലവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മറ്റൊരു വസ്തുവിൻ്റെ സാന്ദ്രത പറയുന്ന രീതിയാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് ഉദ്ദേശിക്കുന്നത്. ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളാണ് മണ്ണെണ്ണ. അപ്പോൾ ഈ മണ്ണെണ്ണയുടെ സാന്ദ്രത എന്നത് ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് എന്ന് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നാണ് ചോദ്യം. നമ്മൾ കഴിഞ്ഞ ഒരു പേജിൽ പഠിച്ചു അല്ലേ, മണ്ണെണ്ണയുടെ സാന്ദ്രത എന്ന് പറയുന്നത് എത്രയാണ്? 810 kg/m3 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത റിലേറ്റീവ് ഡെൻസിറ്റി ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അതിനെന്താണ് ചെയ്യേണ്ടത്? മണ്ണെണ്ണയുടെ സാന്ദ്രത എത്രയാണോ അതിനെ ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രതയാണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? മണ്ണെണ്ണയുടെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത. നമ്മൾ പഠിച്ചു മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m3 ആണ്. ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m3 ആണ്. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.81 എന്ന് കിട്ടും. ഈ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? നമ്മുടെ ഈ മണ്ണെണ്ണയുടെ സാന്ദ്രതയും ജലത്തിൻ്റെ സാന്ദ്രതയും നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ 2 യൂണിറ്റുകൾ തമ്മിൽ ക്യാൻസലായി പോവുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേറ്റീവ് ഡെൻസിറ്റിക്ക് അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. ഇതൊരു ചോദ്യമായിരുന്നു കേട്ടോ. കഴിഞ്ഞ UP സ്കൂൾ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ചോദ്യമാണിത്. എന്താ? റിലേറ്റീവ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണെന്നുള്ളത്. ഒരു ഓപ്ഷൻ യൂണിറ്റ് ഇല്ല എന്നുള്ളതായിരുന്നു. അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. ഇനി നമുക്കിത് ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട് കണ്ടോ. ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളും ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയത് നമ്മൾ കഴിഞ്ഞ ഒരു ടേബിളിൽ പഠിച്ചു അല്ലേ. തേൻ്റെ എത്രയായിരുന്നു ഡെൻസിറ്റി എന്ന് പറയുന്നത്? സാന്ദ്രത എത്രയായിരുന്നു? 1420 ആയിരുന്നു അല്ലേ. 1420. അതുപോലെ ഉപ്പുവെള്ളത്തിൻ്റെ എത്രയായിരുന്നു?
1025 അതുപോലെ ഗ്ലിസറിൻ, മെർക്കുറി, പഞ്ചസാര ലായനി ഇതിനെല്ലാം ജലത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ ജലത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞത് ഏതൊക്കെയായിരുന്നു? മണ്ണെണ്ണ, വെളിച്ചെണ്ണ, പിന്നെ പെട്രോൾ, സ്പിരിറ്റ്, നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ജലത്തേക്കാൾ സാന്ദ്രത കുറവാണെന്നുള്ള കാര്യവും ഓർത്തു വയ്ക്കുക. ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? 1000 kg/m³ ആണ്. ഇനി ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നതാണ് ആ ഒരു പദാർത്ഥത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു അല്ലേ? മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മണ്ണെണ്ണയുടെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത ചെയ്യുക. യൂണിറ്റുകൾ തമ്മിൽ ക്യാൻസലായി പോകും. നമുക്കപ്പോൾ ഒരു വാല്യൂ കിട്ടും. അതാണ് അതിൻ്റെ ആപേക്ഷിക സാന്ദ്രത എന്നത് കണക്കാക്കുന്ന രീതി. അങ്ങനെയാണ്. ക്ലിയർ ആയല്ലോ? ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നേ. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരാം. എന്താണ് അടുത്ത ഭാഗത്തുള്ളത്? നോക്കിക്കോളൂ. ഇവിടെ ഹൈഡ്രോമീറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ ഹൈഡ്രോമീറ്റർ? ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ചോദ്യം വരാലോ. ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഹൈഡ്രോമീറ്റർ ആണ്. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ സാന്ദ്രത തന്നിട്ട് അതിൻ്റെ വാല്യൂസ് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ യൂണിറ്റ് ഏതാണ്, യൂണിറ്റ് ഇല്ല അല്ലെങ്കിൽ യൂണിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ എന്താണ്? ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല. ഇതൊരു അനുപാത സംഖ്യ ആയതുകൊണ്ട് ഇതിനെന്തില്ല? യൂണിറ്റ് ഇല്ല. പിന്നെ ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ. എന്താണ്? ശരിയല്ലേ? ശരിയാണ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു പോയിന്റ് തന്നേക്കാം. എന്താ? ഒരു ലാക്ടോമീറ്റർ ഉണ്ടോ? ഒരു ലാക്ടോമീറ്റർ ഉണ്ടാക്കുന്ന വിധം താഴ്ന്ന ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ഒരു ഹൈഡ്രോമീറ്റർ നിർമ്മിക്കാനാണ് പറയുന്നത്. ശരിക്കും ഈ ലാക്ടോമീറ്റർ അതുപോലെ ഹൈഡ്രോമീറ്ററും എന്താണ്? പ്ലവന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന രണ്ട് ഉപകരണങ്ങളാണ് ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ലാക്ടോമീറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. പാലിലെ ജലത്തിൻ്റെ തോത് അളക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. പാലിലെ ജലത്തിൻ്റെ തോത് അളക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഇതും അടിസ്ഥാനപരമായിട്ടൊരു ഹൈഡ്രോമീറ്റർ തന്നെയാണ്. പാലിൽ മായം ചേർക്കുന്നതൊക്കെ കുറ്റകരമാണ്. അത് കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്ഷീര കർഷകരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഈ പാലിൻ്റെ കൊഴുപ്പ് അനുസരിച്ചാണ് അവരുടെ പാലിൻ്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വാല്യൂ ഡിസൈഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലാക്ടോമീറ്റർ എന്ന ഉപകരണമാണ്. ക്ലിയർ ആണല്ലോ പോയിന്റ്? അടുത്തത് പാസ്കൽ നിയമമാണ്. പാസ്കൽ നിയമം എന്താണ്? പാസ്കൽ നിയമത്തിന് എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. മണ്ണുമാന്തി യന്ത്രമൊക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മണ്ണുമാന്തി യന്ത്രം എന്താണ്? ഒരു പാസ്കൽ ലോ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇനി നോക്കിയാൽ ബ്ലേസ് പാസ്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. ബ്ലേസ് പാസ്കൽ ആരാണ്? ബ്ലേസ് പാസ്കൽ ഫ്രാൻസിൽ ജനിച്ചു. 1623 ജൂൺ 19 ഫ്രാൻസിൽ ജനിച്ചു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ 16ാമത്തെ വയസ്സിൽ ഗണിതശാസ്ത്രത്തിലെ 2 ഗവേഷണ മേഖലകളായിട്ടുള്ള പ്രൊജക്റ്റീവ് ജോമെട്രി, പ്രോബബിലിറ്റി തിയറി എന്നിവയുടെ തുടക്കം കുറിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇദ്ദേഹം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പാസ്കൽ കാൽക്കുലേറ്റർ ഒക്കെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പാസ്കൽ കാൽക്കുലേറ്റർ. നമുക്ക് പാസ്കൽ നിയമം എന്താണെന്ന് നോക്കാം. ഒരു സംവൃത വ്യൂഹത്തിൽ, എന്താണ് സംവൃത വ്യൂഹം എന്ന് വെച്ചാൽ? ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്നുള്ളതാണ് പാസ്കൽ നിയമം. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ഇപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞാൽ, നമ്മൾ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ടോയ്ലറ്റ് ഫ്ലഷ് എന്താണ്? നമ്മൾ അതിൻ്റെ ആ ഒരു പിസ്റ്റണിൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ വെള്ളം ഫുള്ളായിട്ട് ആ ഒരു ഫ്ലഷിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ആവുകയും ആ വെള്ളം പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അല്ലേ? ഒരു ക്ലോസ്ഡ് വ്യൂഹമാണ്. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു മർദ്ദം പ്രയോഗിക്കുന്നത്, ആ മർദ്ദം എന്ത് ചെയ്യും? ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. അതിനെയാണ് ആ ഒരു നിയമമാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു പോയിന്റ് തന്നിട്ടുണ്ട്. നോക്കിയേ, മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കുമോ? നമ്മൾ മർദ്ദം പ്രയോഗിച്ചിട്ട് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാമെന്ന് വെച്ചാൽ അത് സാധിക്കില്ല. പക്ഷേ വാതകങ്ങളുടെ കേസിലാണെങ്കിൽ അത് സാധിക്കും. അതാണ് ബോയിൽസ് നിയമം. അറിയാലോ എന്താണ്? നമ്മൾ ഗ്യാസ് സിലിണ്ടറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രഷർ ഉപയോഗിച്ചിട്ട് വാതകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കുകയാണ് അല്ലേ? പ്രഷർ ഉപയോഗിച്ച് വാതകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ നമുക്ക് എവിടെ സാധിക്കും? വാതകങ്ങളുടെ കേസിൽ സാധിക്കും. അതിനെയാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പാസ്കൽ നിയമം. അപ്പോൾ
മർദ്ദം ഉപയോഗിച്ച് നമുക്ക് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. പാസ്കൽ നിയമം എന്ന് പറയുന്നത് എന്താണ്? ഒരു സമൃദ്ധ വ്യൂഹത്തിൽ, ഒരു ക്ലോസ്ഡ് വ്യൂഹത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ആ മർദ്ദം എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. അതിനാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. ഇനി പാസ്കൽ നിയമത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? ഇതുണ്ടോ, ഹൈഡ്രോളിക് ബ്രേക്ക് ഉണ്ട്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, പിന്നെ എന്താണ് ഹൈഡ്രോളിക് പമ്പ്, മണ്ണുമാന്തി യന്ത്രം, ടോയ്ലറ്റ് ഫ്ലഷ്, ഇതെല്ലാം നമ്മുടെ പാസ്കൽ നിയമത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു അടുത്തതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഭാഗത്തേക്ക് വരാം. ഇതിൽ എക്സാമ്പിൾസ് ഒന്നും നമ്മൾ അങ്ങനെ പറയുന്നില്ല കേട്ടോ. കാരണം എന്താണ്, എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ വീഡിയോയുടെയൊക്കെ ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, കുറച്ച് സന്ദർഭങ്ങളോട് തന്നിട്ടുണ്ട്. ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നു, മണ്ണെണ്ണ വിളക്കിൽ തിരിയിലൂടെ മണ്ണെണ്ണ ഉയരുന്നു, ചുമരുകളിൽ മഴക്കാലത്ത് നനവ് പടരുന്നു, കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നു. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ് പറയുന്നത്? ഇതെല്ലാം ക്യാപ്പിലാരിറ്റി അല്ലെങ്കിൽ കേശികത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. കേശികത്വം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഈ കേശികത്വം എന്ന് പറയുന്നത് PSC എക്സാമുകൾക്ക് റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേശികത്വം. നമുക്ക് നോക്കാവേ എന്താണ് കേശികത്വം. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക. ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ മണ്ണെണ്ണ വിളക്കിൽ തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വന്ന് നമുക്ക് വിളക്ക് കത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചുമരുകളിൽ മഴക്കാലത്ത് നനവ് പടരുന്നതും കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നതും എല്ലാം നമ്മൾക്ക് ക്യാപ്പിലാരിറ്റി റൈസിന് എക്സാമ്പിളായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ക്യാപ്പിലാരിറ്റി എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത് നോക്കിയേ, 1 സെക്കൻഡ്. ഇതാ നോക്കൂ, നമുക്കിവിടെ ഇമേജ് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ക്യാപ്പിലാരിറ്റി റൈസിന് വേണ്ടിയിട്ടുള്ള എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. നോക്കൂ, ഇതാ ജലം, മെർക്കുറി. കണ്ട, ജലം, മെർക്കുറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. കേശികത്വം 2 ബോയിലിംഗ് ട്യൂബുകളിലായിട്ട് ജലവും മെർക്കുറിയും എടുത്തിരിക്കുകയാണ്. ഓക്കെ, 2 ബോയിലിംഗ് ട്യൂബുകളിൽ ജലവും മെർക്കുറിയും എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഓരോ കേശിക കുഴലും താഴ്ത്തി നോക്കൂ എന്നാണ്, ക്യാപ്പിലറി ട്യൂബ് താഴ്ത്തി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടെ? ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എതിരെ ആണ് ജലത്തിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ ഭാരത്തിന് എതിരായിട്ടാണ് ഈ ജലം ട്യൂബിലൂടെ മുകളിലേക്ക് ഉയരുന്നത്. അതിനെയാണ് കേശിക ഉയർച്ച എന്ന് പറയുന്നത്. കണ്ടോ, ഇപ്പോൾ ഈ ചിത്രം 1.6 ആണെങ്കിൽ അതിൽ ജലമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ അല്ലെങ്കിൽ ജലത്തിൻ്റെ ഭാരത്തിനെതിരായിട്ട് ഈ ജലം ചെറിയ ട്യൂബിലൂടെ മുകളിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നത് കണ്ടോ. അങ്ങനെ ഉയരുന്നതിനെ കേശിക ഉയർച്ച എന്നാണ് പറയുന്നത്. കേശിക ഉയർച്ച. ഓക്കെ, അപ്പോൾ ഒരു നേരിയ കുഴലിലൂടെ അല്ലെങ്കിൽ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുകയാണ്. ആ ഉയർച്ചയാണ് എന്ത് പറയുന്നത്? കേശിക ഉയർച്ച എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് തന്നിട്ടുള്ളത്? ഈ നേരിയ കുഴലിലൂടെ എന്ത് ചെയ്തേക്കാണ്? ദ്രാവകം സ്വാഭാവികമായിട്ട് താഴ്ന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? കേശിക താഴ്ച എന്ന് പറയാം. അപ്പോൾ കേശിക താഴ്ചയ്ക്ക് ഉദാഹരണമാണ് മെർക്കുറി. അപ്പം മെർക്കുറിയും എന്താണ്? കേശിക ഉയർച്ചയല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്, കേശിക താഴ്ചയ്ക്ക് ഉദാഹരണമാണ് മെർക്കുറി. ക്ലിയർ ആയോ? അപ്പോൾ ഒരു കുഴലിൽ ദ്രാവകം ഉണ്ടാവും, നമ്മുടെ ഗുരുത്വാകർഷണത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കുഴലിൽ ദ്രാവകം താഴുന്നതിനെയാണ് കേശിക താഴ്ച എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസത്തിനെയാണ് എന്ത് പറയുന്നത്? കേശികത്വം എന്ന് പറയുന്നത്. അത് ഉയരുന്നതിനെ കേശിക ഉയർച്ച എന്നും താഴുന്നതിനെ കേശിക താഴ്ച എന്നുമാണ് പറയുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് കേശികത്വം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉയർച്ചയെയും താഴ്ചയാണ്. ഒരു നേരിയ കുഴലിലൂടെ അല്ലെങ്കിൽ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങളെ സ്വാഭാവികമായിട്ട് ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് കേശികത്വം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നോക്കുന്നത് പ്രതല ബലത്തെക്കുറിച്ചാണ്. പ്രതല ബലം എന്താണ്? പ്രതല ബലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് നോക്കാം. ജല ഉപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജല ഉപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു. ഇതിന് കാരണമായിട്ടുള്ള ബലമാണ് പ്രതല ബലം. ജല ഉപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജല ഉപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു. ഇതിന് കാരണമായിട്ടുള്ള ബലമാണ് പ്രതല ബലം എന്നാണ് പറയുന്നത്.
അപ്പോൾ നോക്കി ഇവിടെ കുറച്ച് ചോദ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അത് 2 പിക്ചേഴ്സ് കണ്ടോ. ഇതിൽ ആദ്യത്തെ പിക്ചറിൽ എന്താ ചെയ്യുന്നത്, ചില പ്രാണികൾ ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഈ ജലത്തിൻ്റെ ഉപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിച്ചിട്ട് അവിടെ ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള ബലം ഏതാണ്, പ്രതല ബലം അല്ലെ സർഫസ് ടെൻഷനാണ്. അപ്പോൾ ഈ സർഫസ് ടെൻഷനുള്ള കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രാണികൾക്ക് ഈ ജല ഉപരിതലത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ പിക്ചറിൽ എന്താ പറയുന്നത്, ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അതിനും പ്രതല ബലം തന്നെയാണ് കാരണം. ക്ലിയർ ആയല്ലോ. ഇനി നോക്കിക്കേ, ഇവിടെ കണ്ടോ, ഒരു ഇലയുടെ മുകളിൽ എന്താണ് നമ്മുടെ ജലത്തുള്ളികൾ എന്താണ് നിൽക്കുന്നത്, ചെറിയ ഗോളാകൃതിയിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും എന്താണ്, പ്രതല ബലം തന്നെയാണ് കാരണം. ഇനി ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട 2 പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, ദ്രാവകത്തെ നമ്മൾ ചൂടാക്കുമ്പോൾ ദ്രാവകത്തിൻ്റെ പ്രതല ബലം കുറയും. ദ്രാവകത്തെ ചൂടാക്കുമ്പോൾ ദ്രാവകത്തിൻ്റെ പ്രതല ബലം കുറയും എന്നതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മഴത്തുള്ളികളൊക്കെ ഗോളാകൃതി ആയിട്ടിരിക്കാനുള്ള കാരണവും പ്രതല ബലമാണ് കേട്ടോ. അപ്പോൾ പ്രതല ബലം അനുഭവപ്പെടുന്നത് കാരണമാണ് നമുക്ക് ഈ ജന്തുക്കൾക്ക് അല്ലെങ്കിൽ ജീവികൾക്ക്, ചില പ്രാണികൾക്കൊക്കെ എന്ത് ചെയ്യുന്നത്, ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നത്. നോട്ട് ചെയ്യുന്ന പോയിന്റ് എന്താണ്, ദ്രാവകത്തെ ചൂടാക്കുമ്പോൾ പ്രതലബലം കൂടുവോ കുറയുവോ, കുറയും. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായിട്ടുള്ളത് എന്താണ്, പ്രതലബലം തന്നെയാണ്. ഇനി ഒരേ ബലം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം എന്നിവിടെ തന്നിട്ടുണ്ട്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ എന്ത് പറയും, ഒരേ ഇനമാണ്. ഒരേ എന്ന് പറഞ്ഞാൽ കോ എന്ന് പറഞ്ഞാൽ എന്താണ്, കോ എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം, സെയിം ഒരുപോലെയുള്ളത്. അപ്പോൾ കൊഹിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിനെയാണ് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പറയാം, വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അദിഷൻ ബലം. ഒരേപോലുള്ളത് കൊഹിഷൻ ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് അഡിഷൻ ബലം അല്ലെ അദസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് അടുത്തൊരു ഏരിയയിലേക്ക് വരാം. അതിനു മുൻപ് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്, ഈർക്കിൽ, പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ അതിലെന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നോക്കിയ ജല തന്മാത്രകൾ പറ്റിപ്പിടിച്ചതായിട്ട് കാണപ്പെടുന്നു. അതുപോലെ ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നു. കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കുന്നു. ഇതെല്ലാം അഡിഷൻ ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കറൻസി നോട്ടുകളൊക്കെ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കുന്നത്. അതുപോലെ ഈർക്കിൽ, പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കിയാൽ എന്ത് ചെയ്യും, അതിൽ ജലം പറ്റിപ്പിടിക്കും. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരയ്ക്കുമ്പോൾ അവിടെ എന്താണ്, ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നുണ്ട്. അതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്, അദസീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നോട്ട് ചെയ്ത് വയ്ക്കേണ്ട ഒരു കാര്യം ഇതാണ്, പ്രതല ബലത്തിന് കാരണം എന്താണ്, പ്രതല ബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ കൊഹിഷൻ ബലമാണ്. നമ്മൾ പറഞ്ഞു ഇൻസെക്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ സർഫസിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതെന്താണ് കാരണം, ഈ കൊഹിഷൻ ബലം കാരണം ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിലുള്ള എല്ലാ കണികകളും തമ്മിൽ ക്ലോസ്ലി ഇങ്ങനെ എന്താണ് പാക്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഉപരിതലത്തിലെ തന്മാത്രകൾ എന്താണ്, കൊഹിഷൻ ഫോഴ്സ് കാരണമാണ് അട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അട്രാക്ട് ചെയ്തിരിക്കുന്നത് കാരണമാണ് പ്രതല ബലം ഉണ്ടാകുന്നത്. അങ്ങനെ ആ പ്രതല ബലം കാരണമാണ് പ്രാണികൾക്ക് സുഗമമായിട്ട് ഈ വാട്ടർ സർഫസിലൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അദിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ചയാണ് ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞു അദിഷൻ ബലം എന്താണ്, കൊഹിഷൻ ബലം എന്താണെന്ന് പറഞ്ഞു. ഒരേപോലെയുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിസീവ് ഫോഴ്സ്. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിനാണ് എന്താണ്, അദസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. കൊഹിസീവ് ഫോഴ്സും അദസീവ് ഫോഴ്സും പഠിച്ചു. അപ്പോൾ ഇവിടെ അദിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലാണെങ്കിൽ കേശിക ഉയർച്ചയാണ് ഉണ്ടാവുന്നത്. അദസീവ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ കേശിക ഉയർച്ചയാണ് ഉണ്ടാവുന്നത്. അതുപോലെ അദസീവ് ഫോഴ്സ് കുറവാണെങ്കിൽ അത് എന്താണ്, ക്യാപ്പിലറി ഫോൾ അല്ലെങ്കിൽ ക്യാപ്പിലറി ഡിപ്രഷനാണ് ഉണ്ടാവുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. കേശിക താഴ്ചയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ റൈസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, കൊഹിസീവ് ഫോഴ്സ് കൂടുതലായിരിക്കണം. കൊഹിസീവ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ക്യാപ്പിലറി റൈസ് ഉണ്ടാവുകയുള്ളൂ. അദിഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലം എന്നുണ്ടെങ്കിൽ ക്യാപ്പിലറി ഡിപ്രഷൻ അല്ലെങ്കിൽ കേശിക താഴ്ചയായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ കേശിക താഴ്ച കാണിക്കുന്ന ഒരു ദ്രാവകത്തെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഏതാണ്, മെർക്കുറിയാണ്. മെർക്കുറി. കേശിക ഉയർച്ച കാണിക്കുന്ന ദ്രാവകം ഏതാണ്, ജലമാണ്. ഓക്കെ. ഇനി ഇവിടെ പറയുന്ന മറ്റൊരു പോയിന്റ് ഇതാണ്, നോക്കിയേ,
കുഴലിനകത്തെ ദ്രാവകത്തിൻ്റെ ഭാരത്തെ താങ്ങി നിർത്തുന്നത് അഡ്ഹസീവ് ഫോഴ്സാണ്. ഏത് കുഴലിൻ്റെ കാര്യമായി പറയുന്നത്? ഇവിടെ കണ്ടോ, കുഴലിൻ്റെ വ്യാസം കുറയുമ്പോൾ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് കാണിച്ചേക്കാണ്. 3 വ്യാസത്തിലുള്ള കുഴലുകളാണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കേശിക ഉയർച്ച ഏതിലാണ്, അല്ലെങ്കിൽ വ്യാസം കുറയുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് പറയുന്നത്. കുഴലിൻ്റെ വ്യാസം കുറയുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും കുറയും. കുഴലിൻ്റെ വ്യാസം കുറവാണെങ്കിൽ അതിനകത്ത് ഉൾക്കൊള്ളുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും കുറവായിരിക്കും. അതുപോലെ കുഴലിനകത്തെ ദ്രാവകത്തിൻ്റെ ഭാരത്തെ താങ്ങി നിർത്തുന്നത് അദിഷൻ ബലമാണ്. അദിഷൻ ബലം ദ്രാവകത്തിൻ്റെയും അതുമായി സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവത്തെയും ആശ്രയിച്ചിരിക്കും. ട്യൂബുമായുള്ള അദിഷൻ ബലം ദ്രാവകത്തിൻ്റെ കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായതിനാൽ ദ്രാവകത്തിന് കൂടുതൽ ഉയരാൻ സാധിക്കുന്നു. ഒന്നുമില്ല, അദിഷൻ ബലം കൂടുതലും കൊഹിഷൻ ബലം കുറവുമാണെങ്കിൽ കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കേശിക ഉയർച്ച ഉണ്ടാവുന്നു. ഇനി അദിഷൻ ബലം കുറവാണെന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ കൊഹിഷൻ ബലത്തേക്കാൾ കുറവാണെങ്കിൽ കേശിക താഴ്ചയുമാണ് ഉണ്ടാവുന്നത്. ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്. ഇനി ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? ജലാംശം നിലനിർത്താൻ വേനൽക്കാലത്തിന് മുൻപ് നമ്മുടെ ഈ കൃഷി നിലങ്ങളെല്ലാം ഉഴുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. അത് കേശിക ഉയർച്ചയാണ് അതിൻ്റെ ആൻസർ കേട്ടോ. കേശിക ഉയർച്ചയാണ് അതിൻ്റെ ആൻസർ. ജലാംശം അതിൽ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട്, മണ്ണിൽ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് വേനൽക്കാലത്തിന് മുമ്പായിട്ട് നിലമൊക്കെ ഉഴുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേശിക ഉയർച്ചയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു വിസ്കസ് ബലത്തെക്കുറിച്ച് കൂടിയാണ് പറയേണ്ടത്. വിസ്കസ് ബലം അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ്, ഇതിൻ്റെ മലയാളം ടേം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ശ്യാനബലം എന്നാണ് കേട്ടോ. ശ്യാനബലം നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എക്സാമിനാന്ന് തോന്നുന്നു ഇങ്ങനെ ശ്യാനബലത്തെക്കുറിച്ച് ചോദ്യം വന്നിരുന്നു. അപ്പോൾ ശ്യാനബലം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വിസ്കസ് ബലം അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ശ്യാനബലം ആദ്യമായിട്ട് കേൾക്കുന്ന പലരും ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ വിസ്കസ് ബലത്തെക്കുറിച്ചാണ് നോക്കുന്നത്. എന്താണ് വിസ്കസ് ബലം എന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എക്സ്പെരിമെൻ്റ് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല കേട്ടോ. എക്സ്പെരിമെൻ്റൊക്കെ കുട്ടികൾക്കുള്ളതാണല്ലോ. നമ്മൾക്ക് വേണ്ടുന്ന പോയിന്റ്സ് നോക്കാം. ഓരോ ദ്രാവകത്തിൻ്റെയും വിവിധ അടുക്കുകൾ തമ്മിൽ ഒരു ഘർഷണ ബലമുണ്ട്. ഈ ഘർഷണ ബലമാണ് ദ്രാവകത്തിൻ്റെ ഒഴുക്കിനെ തടയുന്നത്. അപ്പോൾ എന്താണ് വിസ്കോസിറ്റി എന്ന് ആദ്യം നോക്കാം, എന്നാലാണ് നമുക്ക് അത് കിട്ടുള്ളൂ കേട്ടോ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. നമ്മളിപ്പോൾ കുറച്ച് തേൻ എടുത്തിട്ട് ഒരു ടേബിളിൽ ഒഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ അത് ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ദ്രാവക പടലങ്ങൾക്കിടയിൽ അതിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഒരു ഘർഷണ ബലമുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? വിസ്കസ് ബലം എന്ന് പറയുന്നത്. നമ്മൾ ആ ടേബിളിൽ ഒഴിച്ച തേൻ ഇങ്ങനെ പടർന്നുകൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പടലങ്ങൾക്കിടയിൽ അതിൻ്റെ ആ ഒരു ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെയാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് അതിൻ്റെ വിസ്കോസിറ്റി. ഓക്കെ, ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കുന്നത് വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമാണ് അതിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി. അപ്പോൾ വിസ്കോസിറ്റിയുടെ യൂണിറ്റ് പോയ്സ് ആണ് കേട്ടോ. പോയ്സ് ആണ് അതിൻ്റെ യൂണിറ്റ്. അതിൻ്റെ SI യൂണിറ്റ് എന്താണ്? പാസ്കൽ സെക്കൻഡ് ആണ്. പാസ്കൽ സെക്കൻഡ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താണ് വിസ്കസ് ബലം? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ബലമാണ് വിസ്കസ് ബലം. പടലങ്ങൾക്ക് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം എന്ന് ഓർത്ത് വയ്ക്കുക, അല്ലെ ശ്യാനബലം എന്ന് പറയുന്നത്. ഓക്കെ, വിസ്കോസിറ്റി ആണ് എന്ത് പറയുക? ശ്യാനബലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളുണ്ട്. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളെയാണ് വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് പറയുന്നത്, വിസ്കസ് ലിക്വിഡ് എന്ന് പറയുന്നത്. അതുപോലെ വിസ്കോസിറ്റി കുറഞ്ഞവയെ എന്ത് പറയും? മൊബൈൽ ദ്രാവകങ്ങൾ എന്നാണ് പറയുന്നത്. മൊബൈൽ ദ്രാവകങ്ങൾ. ഇനി ഈ വിസ്കോസിറ്റി ഇല്ലാത്ത ദ്രാവകങ്ങളുണ്ട്, അതിനെയാണ് സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സൂപ്പർ ഫ്ലൂയിഡ് നമുക്ക് ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ വിസ്കോസിറ്റി കുറയും കേട്ടോ. ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ വിസ്കോസിറ്റി കുറയും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇനിയും നമുക്ക് ഈ വിസ്കോസിറ്റി കൂടിയത് ഏതൊക്കെയാണ്, കുറഞ്ഞത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ അല്ലെ വിസ്കസ് ദ്രാവകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തേന്,
അതുപോലെ ഗ്ലിസറിൻ, ആവണക്കെണ്ണ, മെർക്കുറി ഇതൊക്കെ എന്താണ് വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളാണ്. ഇനി വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങൾ എന്താണ് അതിനെ പറയുന്നത്? മൊബൈൽ ദ്രാവകങ്ങൾ എന്ന് പറയും. അപ്പോൾ വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങളാണ് അസറ്റോണ്, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, അതുപോലെ ജലം. അതൊക്കെ എന്താണ് വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ദ്രാവകങ്ങളാണെന്ന് ഓർത്ത് വെക്കുക. ഇനി വിസ്കോസിറ്റി ഇല്ലാത്ത ദ്രാവകങ്ങളും ഉണ്ട് കേട്ടോ. അവയാണ് എന്ത് പറയുക? സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പോയിന്റ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്, ഇത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ്? ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് മാറ്റം സംഭവിക്കും? വിസ്കോസിറ്റി എന്താ ചെയ്യുക? വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ വിസ്കോസിറ്റി കുറയും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്തൊരു പോയിന്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ നോക്കിക്കോ, താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു. താപനില ടെമ്പറേച്ചർ വർദ്ധിക്കുമ്പോൾ ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു. ഇവിടെ നോക്കിക്കോ, ഒരു PYQ ആണ് ഇത് കേട്ടോ. നോക്കൂ, വൈദ്യുതാഘാതമേറ്റ ഒരാളുടെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണത്? നമ്മുടെ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി അല്ലെ അന്നേരം കൂടും. നമുക്ക് വൈദ്യുതാഘാതമൊക്കെ ഏൽക്കുമ്പോൾ വിസ്കോസിറ്റി കൂടും. അപ്പോൾ ആ വിസ്കോസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരുമി ചൂടാക്കുകയാണ്. അത് ബോഡിയുടെ ടെമ്പറേച്ചർ നമ്മൾ തിരുമി കൂട്ടുകയാണ്. അങ്ങനെ കൂട്ടുമ്പോൾ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കുറയും. ഓക്കെ, അതാണ് അവിടെ എൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം. വൈദ്യുതാഘാതമേൽക്കുന്ന ഒരാളുടെ ശരീര താപനില പെട്ടെന്ന് കുറയുന്നു. അപ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടും. ഓക്കെ, ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്തക്കുഴലുകളിലൂടെ രക്തത്തിന് എളുപ്പത്തിൽ ഒഴുകാൻ സാധിക്കാതെ വരികയും ഹൃദയാഘാതം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ശരീരം തിരുമ്മി ചൂട് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ശരീരം രക്തം അതിൻ്റെ സാധാരണ വിസ്കോസിറ്റി ലെവലിലേക്ക് വരികയും അയാൾ അപകടനില തരണം ചെയ്യുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ. കുറച്ചധികം കോയിൻസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ട്. ക്യാപ്പിലറി റൈസ്, ക്യാപ്പിലറി ഫോള്, അതുപോലെ വിസ്കസ് ബലത്തിന്റെ പുതിയൊരു ടേം നമ്മൾ പഠിച്ചു അല്ലേ, ശ്യാനബലം എന്നുള്ളത്. അപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പടലങ്ങൾക്ക്, ദ്രാവകത്തിന്റെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന എന്താണ് അതിൻ്റെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ സമാന്തരമായിട്ട് അനുഭവപ്പെടുന്ന ഒരു ബലം, ഒരു ഘർഷണ ബലമാണെന്ത്? വിസ്കസ് ബലം എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക ഈ ഒരു പോയിന്റ്സ് ഒക്കെ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നല്ലൊരു ചാപ്റ്ററാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. ഇനി നമുക്ക് ദ്രാവക ബലവുമായി ബന്ധപ്പെട്ടിട്ട് 9th സ്റ്റാൻഡേർഡിൽ തന്നെ ന്യൂ SCERTയിലെ ലെസൺ പഠിക്കാനുണ്ട്. ഇനി നമ്മൾ ആ ഒരു ലെസണും കൂടി പഠിക്കും കേട്ടോ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഈ SCERT ക്ലാസ്സുകൾ നമ്മൾ തുടർന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് മുഴുവനായിട്ട് കാണുക. നോട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വരുന്ന LP-UP എക്സാമിന് അതുപോലെ തന്നെ ബെബ്കോ LDC, VFA, CPO വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ള യൂണിഫോം പോസ്റ്റുകൾ എക്സാമുകളൊക്കെ വരുന്നുണ്ട്. എല്ലാ എക്സാമുകൾക്കും SCERT നിന്ന് ഒഴിവാക്കിയിട്ടൊരു ചോദ്യഭാഗങ്ങൾ നമുക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ കമൻറ്റ്സ് എന്നൊക്കെ പറയുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടിയൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. താങ്ക്